CMRL മാസപ്പടി കേസിലെ അന്വേഷണം സഖാവ് പിണറായി വിജയനിലേക്ക് അപകടകരമാം വിധം അടുത്ത് വരികയാണ്. കരിമണൽ കർത്താവ് മാസാമാസം 5 ലക്ഷം രൂപ വീണയ്ക്ക് മാസപ്പടി കൊടുത്തു. 3 ലക്ഷം രൂപ വീതം കമ്പനിക്ക് സേവനത്തിന് പ്രതിഫലമായി കൊടുത്തു. പ്രത്യേകിച്ച് എന്തെങ്കിലും സേവനം അവരിൽ നിന്ന് കിട്ടിയതുകൊണ്ടല്ല, മറിച്ച് സഖാവ് പിണറായി വിജയനോടുള്ള സ്നേഹവും അടുപ്പവും നിലനിർത്താൻ അതുവഴിക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന സഹായ സഹകരണങ്ങൾ ഒന്നുകൂടി ത്വരിതപ്പെടുത്താനും ഊർജിതമാക്കാനും വേണ്ടിയിട്ടാണ് എന്ന കാര്യം സത്യം പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റുകാർക്ക് ഒഴിച്ച് ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന സകല ആളുകൾക്കും അറിയാം. ഇനി വല്ല പ്രമേഹ രോഗം കാരണം ഗോതമ്പാഹാരം കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും അറിയാം. കൃത്യമായിട്ട് പറഞ്ഞാൽ മൂക്ക് കീഴോട്ടുള്ള എല്ലാവർക്കും അറിയാം. അല്ലാതെ കണ്ട് വീണയുടെ കമ്പനി എക്സാലോജിക് എന്ന് പറയുന്നത് അത്ര വലിയ മഹാസംഭവമൊന്നുമല്ല. TCS പോലെയോ വിപ്രോ പോലെയോ ഉള്ളൊരു സ്ഥാപനമല്ല എക്സാലോജിക്. അവിടെ വീണയും ആ ഓഫീസ് അടിച്ച് തുടച്ച് വൃത്തിയാക്കാൻ വരുന്ന ഒരു തൂപ്പുകാരിയും പിന്നെ ഒരു പ്യൂണോ അങ്ങനെ ആരോ മാത്രം ഉണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സഹായം സേവനം ചെയ്യാൻ പാകത്തിലുള്ള ഒരു സംവിധാനവും ആ സ്ഥാപനത്തിന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. മാത്രമല്ല അതിൻ്റെ മൂലധനം എന്ന് പറയുന്നത് തന്നെ കമല ടീച്ചർ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ തുച്ഛമായ DCRGയും കമ്പ്യൂട്ടർ വാല്യൂ ഓഫ് പെൻഷൻ ചേർത്തിട്ടാണ്. പിന്നെ പിണറായി സഖാവിന് ബക്കറ്റ് പിരിവ് വഴി കിട്ടിയ കാശും കുറച്ചുണ്ടായിക്കാണാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ നമുക്ക് ഉറപ്പില്ല. ഏതായാലും ഈ മുതൽ മുടക്കിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. പിന്നെ ഈ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് കരിമണൽ കർത്താവ് കുറച്ച് സംഖ്യ പലിശയില്ലാ വായ്പയായിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് തന്നെ ആ വായ്പ കാരിൻ്റെ മുറിവ് എഴുതി തള്ളിയും അങ്ങനെ എന്തോ ഒരു സംവിധാനം കൂടി ഒപ്പിച്ചിട്ടുണ്ട്. ഏതായാലും കർത്താവിൻ്റെ സ്പോൺസർഷിപ്പിലാണ് കമ്പനി മൊത്തമായിട്ട് നടന്നത് എന്ന് പറഞ്ഞാൽ കാര്യമില്ല. മറ്റ് പല കമ്പനികളും വീണയ്ക്ക് ഇതുപോലെ തന്നെയുള്ള കരാറുകൾ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ മാസം സംഖ്യ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻഫോഴ്സ്മെൻറ്റുകാരുടെ റഡാറിൽ തൽക്കാലം കർത്താവ് മാത്രവും കർമ്മവും ക്രിയയുമില്ല. അതുകൊണ്ട് വീണയെ സംബന്ധിച്ചുള്ള തൽക്കാലം ഈ CMRലുമായി ബന്ധപ്പെട്ട ഇടപാടിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. കരിമണൽ കർത്താവ് എൻഫോഴ്സ്മെൻറ്റ് മുമ്പാകെ കൊടുത്ത മൊഴി അനുസരിച്ച് യാതൊരു സേവനവും വീണയുടെ കമ്പനിയിൽ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇതേ സേവനത്തിന് പുള്ളി വേറെ ആളുകളെ നിയമിച്ചിട്ടുണ്ട്. അവർക്ക് ഇതിനേക്കാൾ കുറഞ്ഞ പൈസയെ കൊടുത്തു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സേവനം പുള്ളി വേറെ സ്ഥലത്തു നിന്ന് കാശ് കൊടുത്ത് മേടിച്ചു. വീണയ്ക്ക് മാസാമാസം 3 ലക്ഷം രൂപ പ്രതിഫലമായിട്ടും 5 ലക്ഷം രൂപ പോക്കറ്റ് മണിയായിട്ട് കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. ഇത് ഈ നാട്ടിലെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. മാധ്യമങ്ങളിൽ സ്ഥിരമായിട്ട് വന്ന കാര്യമാണ്. പക്ഷേ പിണറായി സഖാവ് മാത്രം അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൾ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. മരുമകൻ റിയാസും അംഗീകരിച്ചിട്ടില്ല. സകല മാർക്സിസ്റ്റുകാർക്കും ഈ കാര്യം അറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഈ വീണയ്ക്ക് പൈസ കൊടുത്തത് എന്നറിയാത്ത ഒരു സഖാവ് ഈ നാട്ടില്ല. പക്ഷെ അവർക്കത് പറയാൻ പറ്റിയില്ല. ഈ തൊണ്ടയിൽ പുഴുത്താൽ അത് ഇറക്കുകയല്ലാതെ മാർഗമില്ല നമ്മുടെ നാട്ടിൽ പറയും. അങ്ങനെ സഖാക്കൾക്ക് ഇപ്പോൾ കച്ചട്ട് തുപ്പാനും വയ്യ, ബദിരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകുമ്പോഴും പിണറായി സഖാവിന് യാതൊരു കുലുക്കവുമില്ല എന്ന് മാത്രമല്ല, പുള്ളി വളരെ ആനന്ദ തൂതിലാണ്. ഇദ്ദേഹത്തെ കാരണം അറസ്റ്റ് ചെയ്താൽ എൻഫോഴ്സ്മെൻറ്റുകാർ പുള്ളിയുടെ ഓഫീസിലോ വീട്ടിലോ കയറി വന്നാൽ ആ ദിവസം കേരളം കത്തിക്കാനുള്ള പുറപ്പാടിലാണ് മുതലാളി. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇതുവരെ കേരള മുഖ്യമന്ത്രി ഇപ്പോൾ കേരള മുതലാളിയായിട്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കീഴിൽ വലിയൊരു വാനര സേനയുണ്ട്. വാനര സൈന്യമുണ്ട്. അതിന് സുഗ്രീവനുണ്ട്, ഹനുമാനുണ്ട്, നീലനുണ്ട്, അംഗദനുണ്ട്, മറ്റു പല ആളുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചേർത്തിട്ട് ഈ നാട് കത്തിക്കാനുള്ള ശ്രമമാണ്. അതാണ് പുള്ളി വളരെ മന്ദഹാസത്തോടെയും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത്. കമല ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എൻ്റെ കൈകളിൽ ശുദ്ധമാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ മാവിലായിക്കാരനാണ് എന്ന് നിങ്ങൾ വിചാരിച്ചു എന്നൊക്കെ മൂപ്പര് ചോദിക്കുമ്പോൾ ഉള്ളിൽ ഗൂഢമായ ഒരു ആനന്ദമുണ്ട്. പുള്ളിയാകാരും എൻഫോഴ്സ്മെൻറ്റുകാരെ അറസ്റ്റ് ചെയ്യും, അദ്ദേഹത്തെ പ്രതിയാക്കുകയും ചെയ്താൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച തിരുവനന്തപുരത്ത് നടന്ന സംഭവം കേരള സംസ്ഥാനത്ത് എമ്പാടുണ്ടോ? അന്തം വിട്ടവൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ പോലെ മാർക്സിസ്റ്റുകാർ ഭരണം നഷ്ടപ്പെട്ട ആ ഒരു ആഘാതത്തിൽ നിന്ന് ഇതുവരെ കരകയറിയില്ല. ഇപ്പോഴത്തെ നിലയ്ക്ക് ഇവരെ ഉത്തേജിപ്പിച്ച് നാട്ടിലിറക്കാൻ വളരെ എളുപ്പവുമാണ്. അപ്പോൾ ആദ്യം കാണുന്ന KSRTC ബസ്സിന് കല്ലെറിയും, ആദ്യം കാണുന്ന പോലീസുകാരുടെ നിർഗന്ധല കയറി സർക്കാർ ഓഫീസുകൾ കത്തിക്കും. എൻഫോഴ്സ്മെൻറ്റുകാർ തന്നെ പെടുന്നില്ല, ആദ്യം കാണുന്നവരെ കൈകാര്യം ചെയ്യാന്നുള്ളതായിരിക്കും വരാൻ പോകുന്ന കാര്യം. അപ്പോൾ ഇങ്ങനൊരു സംവിധാനത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ആപൽക്കരമായ രീതിയിൽ എൻഫോഴ്സ്മെൻറ്റുകാരും സഖാക്കളും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ പിണറായി വിജയൻകാരും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം സമാധാനകാംക്ഷികളായ ആരും തന്നെ നിരത്തിലിറങ്ങരുത് എന്നുള്ളതാണ്. പണ്ട്
ഈ കൊലവെറി പ്രസംഗത്തിൻ്റെ പേരിൽ എം മണിയെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലും ഹർത്താൽ നടത്തിയ ആൾക്കാരാണ് സി പി എംകാർ. അപ്പോൾ പിണറായി വിജയൻ തൊട്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പിണറായി സഖാവിനെയൊക്കെ തൊടുകയാണെങ്കിൽ പിറ്റേ ദിവസം ഹർത്താലായിരിക്കും. ഹർത്താൽ എന്ന് പേരിട്ട വമ്പിച്ച ബന്ധായിരിക്കും. അന്ന് പക്ഷികൾ പാടുകില്ല, ആടുകില്ല, ആലില. ഈ ക്ഷിതി തന്നെ മരവിച്ച മട്ടിലായിരിക്കും. യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഒരു ഭയങ്കരമായ ഹർത്താലും അതേ തുടർന്ന് ഏതാനും സഖാക്കൾ യുടെ വീരമൃത്യുവൊക്കെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. കൂത്തുപറമ്പ് ആവർത്തിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതിയിലേക്ക് പോവുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിലെ സകല സഖാക്കളും പിണറായിക്ക് വേണ്ടിയിട്ട് വാറോല എഴുതുന്ന തിരക്കിലാണ്. അതുപോലെ പാർട്ടി ചെല്ലും ചെലവും കൊടുത്തു വളർത്തിയ ബുദ്ധിജീവികൾ, അവർക്ക് പഴയ പോലെ മൂർച്ചയൊന്നും ഉണ്ടാവില്ല. എന്നാലും കെ എൻ കുഞ്ഞഹമ്മദ് മുതൽക്ക് മറ്റേ ഏഴാച്ചേരി രാമേന്ദ്രൻ, അങ്ങനെയുള്ള കവികളും കലാകാരന്മാരും നിരൂപകരൊക്കെ ഉണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘത്തിലുള്ള കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ പിണറായി സഖാവിന് വേണ്ടിയിട്ട് ഇപ്പോൾ തോറ്റമ്പാട്ടും അല്ലെങ്കിൽ ഖണ്ഡന നിരൂപണവും മണ്ഡന നിരൂപണമൊക്കെ എഴുതുന്ന തിരക്കിലാണ്. അവരൊരു കിടിലൻ പ്രസ്താവന നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും ആയിരിക്കും ഈ ധാർമ്മിക യുദ്ധത്തിൽ മുന്നിൽ നിന്ന് നയിക്കുക എന്ന് ഞാൻ വിചാരിക്കും. ഏതായാലും വരാനുള്ള ദിവസങ്ങൾ തീർച്ചയായിട്ടും സംഘർഷപൂരിതമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എല്ലാ മലയാളികൾക്കും നല്ല ദിവസത്തേക്ക് ഞാൻ ഹൃദയംഗമമായ മുന്നറിയിപ്പ് നൽകും.